മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒരു പിടി തേങ്ങ, അതിലേക്ക് ആവശ്യത്തിന് തൈര്, പിന്നീട് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് അരച്ചിട്ട് വരാം. നമ്മുടെ ഉറുമിള ചേച്ചിയുടെ മാമ്പഴ പുളിശ്ശേരിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം മഞ്ഞളിൽ ഈ തേങ്ങ അരപ്പിലേക്ക് ജീരകമോ വെളുത്തുള്ളിയോ ചെറിയുള്ളിയോ ഒന്നും ചേർക്കരുതേ എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുപോലെ നമുക്ക് തയ്യാറാക്കി നോക്കാം. ഒരു 4 മാമ്പഴം കട്ട് ചെയ്ത് ഞാൻ വേവിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിച്ച് ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്ത് ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വരട്ടി എടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്തു. ഈ നെയ്യ് കിടന്ന് വേവണ സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലാട്ടോ. നല്ല രുചിയാണെന്നാണ് നമ്മുടെ ഉറുമിള ചേച്ചി പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവും. മാങ്ങ കുഴഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ടീസ്പൂണ് നെയ്യും കൂടി ഞാൻ ചേർത്തിട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണ്. പക്ഷെ ആ നെയ്യ് കിടന്നിങ്ങനെ വെന്ത് വരുമ്പോൾ നല്ലൊരു പ്രത്യേക സ്മെല്ലും പ്രത്യേക സ്മെല്ല് തന്നെ കേട്ടോ. നല്ല രുചിയുണ്ട്. നെയ്യിലും ശർക്കരയിലും ചേർന്ന് വെന്ത മാങ്ങ ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അരപ്പിൽ എന്തൊക്കെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്? തേങ്ങ, ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്. ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ആ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ ഉറുമിള ചേച്ചി നെയ്യിൽ മാത്രമാണ് വറവിടുന്നത് കേട്ടോ. ഞാനിപ്പോൾ നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ടാണ് വേവിച്ചപ്പോൾ 2 ടീസ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കടുക്, ഉലുവ, വറ്റൽമുളക്, 2 വറ്റൽമുളക്, അപ്പോൾ നമ്മുടെ നെയ്യ്, ശർക്കര, തൈര്, തേങ്ങ എല്ലാം ചേർന്ന് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുണ്ട് കേട്ടോ.
വെറുതെ കഴിക്കാനും നല്ല രുചി തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.